പ്രിയ പാഷൻ റിലാക്സേഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ദുബായ് ട്രിപ്പിൻ്റെ പാർട്ട് 7 ആണ്. എൻ്റെ ദുബായ് ട്രിപ്പിൻ്റെ വീഡിയോസ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ഓരോന്നിൻ്റെയും ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം. കാണാത്തവർ അവിടെ കയറി കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഷെയർ അമംഗ് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. കുറേ നാളുകൾക്ക് മുന്നേ ഒരു ചെറിയ വീഡിയോ യൂട്യൂബിൽ യാദൃശ്ചികമായിട്ട് ഞാൻ കാണാനിടയായി. അപ്പോഴേ തന്നെ ഈ പൂക്കളും ചെടികളും എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും ഇതൊന്ന് കാണണം, എന്തൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെന്ന് അന്ന് വിചാരിച്ചിരുന്നു. ഇന്നത്തെ ശരിക്കും ഡ്രീം കം ട്രൂ ആണ് എന്ന് പറയാം. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, ഡോണ്ട് മിസ് ഇറ്റ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ദുബായ് മിറാക്കിൾ ഗാർഡനിലാണുള്ളത്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബാംബുവിൻ്റെ കളർ തീമിൽ ഉള്ള വലിയ ഫ്ലവർ ബാസ്ക്കറ്റാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. വലിയ ഹൈറ്റിലാണ് അതുള്ളത്. അതിൻ്റെ മേലെ നിറയെ പൂ വിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ കുറച്ച് കുട്ടികൾക്കുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ ബാസ്ക്കറ്റ്സാണ് നിറയെ ഇങ്ങനെ ലൈനായിട്ടുള്ള. ഇതാണ് എൻട്രൻസ്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് എൻട്രി എടുക്കേണ്ടത്. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് കാണുന്നത്. ബാംബൂസ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നത്. പിന്നെ അകത്തോട്ട് പോകുമ്പോൾ ഇതുപോലെ രണ്ട് വലിയ കുതിരകൾ. ഇതൊരു 5-6 ആൾക്കാരുടെ ഹൈറ്റിലുള്ള സ്ട്രക്ചറാണ്. നിറയെ നാച്ചുറൽ പ്ലാന്റ്സ് അതിൻ്റെ മേലെ ഗ്രീൻ ഒരു പടർന്ന് കയറുന്ന തരത്തിലുള്ളൊരു പ്ലാന്റ് അതിൽ വളർത്തി കയറ്റിയിട്ടുണ്ട്. ഇത് നല്ല ക്രൗഡഡ് ആണ്, നിറയെ ആൾക്കാരുണ്ട്. ഇത് വലിയ വലിയ സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട് ക്യാമറയിൽ അത്രയും നല്ല ഡിസ്റ്റൻസിൽ നിന്നിട്ട് മാത്രമേ ഇത് പകർത്തിയെടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഈ തിരക്ക് കാരണം അതിനിടയിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്ലാൻഡിങ് ഇതിൽ വാളിൻ്റെ മേലെ ഇങ്ങനെ പടർത്തി വെച്ചിട്ടുള്ള ചെടികളാണ്. മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ പല പല ഷേപ്പിലും പല സ്ട്രക്ചേഴ്സിലുമായിട്ട് നിറയെ ചെടികളും പൂക്കളുമാണ്. പെറ്റ്യൂണിയ വെറൈറ്റീസാണ് മാക്സിമം കണ്ടത്. പെറ്റ്യൂണിയയുടെ പല പല കളേഴ്സാണ്. അത് ആ ബ്യൂട്ടി നൽകുന്ന, ആ കോൺട്രാസ്റ്റ് കളേഴ്സ് നൽകുന്നത് പെറ്റ്യൂണിയാണ്. പിന്നെ ഇതുപോലെ ഹാർട്ട് ഷേപ്പിൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാം, സ്നാക്സൊക്കെ കഴിക്കാം, അതിനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഈ കോൺട്രാസ്റ്റ് കളർ നോക്കിയേ, സ്വീറ്റ് പൊട്ടറ്റോ വൈനും പെറ്റ്യൂണിയും കൂടെ ആ വൈറ്റ് ആൻഡ് പേർപ്പിൾ കളർ നല്ലൊരു ഭംഗിയുള്ളൊരു റൂഫാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ബഗ്ഗി ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. ഒരു 1-1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നടന്ന് കാണാനുള്ള ഏരിയ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് മുഴുവൻ നടന്ന് കാണാൻ പറ്റാത്തവർക്ക് ഈ വെഹിക്കിളും അവെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ 3 ജൈൻറ്റ് വീൽസ് തന്നെ പറയാം ആണ് മുന്നിൽ കണ്ടത്. അത് പഴയ ഇറിഗേഷൻ സിസ്റ്റത്തൊക്കെയാണ് എനിക്ക് ഓർമ്മ തോന്നിയത്. അതിൽ നിറയെ അടിയിൽ വെള്ളമൊക്കെ ഉണ്ട്. ചെറിയൊരു ബാസ്ക്കറ്റ് പോലെ മേലെ ഒരു സ്ട്രക്ചർ കാണുന്നുണ്ട്. വാട്ടർ ഫ്ലോ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ അതൊരു സെൽഫി പോയിൻ്റ് ഒക്കെയാണ്. ഇത് ആൾക്കാർ അതൊരു ചെറിയൊരു ബീൻ ബാഗ് പോലെയുള്ളൊരു ബാഗൊക്കെ ഉണ്ട് അവിടെ. അതിൽ കടന്നിട്ടൊക്കെ അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്നത്. ആ താഴേന്നുള്ള വ്യൂ കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഞാനും അവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ട്രൈ ചെയ്തു, സെൽഫി എടുക്കാനൊക്കെ. പക്ഷേ വലിയ സ്ട്രക്ചർ ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് കംപ്ലീറ്റ് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയിൽ ട്രിംഡ് പ്ലാന്റ്സ് ആണല്ല. ഒരു ഡേർട്ടി ആയിട്ടുള്ള ഒരു പാക്കറ്റോ പേപ്പറോ ഒന്നും കാണാനില്ല. നമുക്കറിയാം UAE ഒക്കെ എപ്പോഴും നീറ്റായിട്ടുള്ളത്. അത് അവിടെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് പറയാൻ കാരണം ഇത്രയും ക്രൗഡഡ് ആണ്. കണ്ടിന്യൂസ് ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും ക്രൗഡഡ് ആയിട്ടും വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ആൻഡ് പ്ലാന്റ്സിൽ ഒരൊറ്റ ഒരു ഉണങ്ങിയതോ പഴുത്തതോ ആയിട്ടുള്ള ഒരു ഇലയോ ഒന്നും കാണാനില്ല. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ആ പ്ലാന്റ്സ് കണ്ടാൽ തന്നെ അറിയാം. അതുപോലെ പൂക്കളാണെങ്കിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ കോൺട്രാസ്റ്റ് കളർ നോക്കിയേ, സ്വീറ്റ് പൊട്ടറ്റോ വൈൻ തന്നെയാണ് അതിൻ്റെ ആ നിയോൺ വെറൈറ്റി. പിന്നെ ഹാങ്ങിങ് പെറ്റ്യൂണിയാസാണ്. അതൊക്കെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ബോൾ ഷേപ്പിൽ ഇങ്ങനെ ഹാങ്ങിങ് ആണ്. ഇതൊക്കെ ബ്യൂട്ടിഫുൾ.
ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്റ്റോൾസ് ഒക്കെ ഇടയ്ക്കിടെ നമുക്ക് കാണാം. ഇത് നോക്കി പല പല കളേഴ്സുള്ള അംബ്രല്ല ഇങ്ങനെ ഹാങ് ചെയ്തിട്ടൊരു വാക്ക് വേ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാണുമ്പോൾ നല്ല അട്രാക്റ്റീവാണിത്. രണ്ട് സൈഡിലും ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനിലായിട്ടുള്ള 2 ഹാർട്ട്സിൻ്റെ ഒരു കോമ്പിയാണിത്. ബ്യൂട്ടിഫുള്ളാണ്. അതും വലിയ ഹൈറ്റിലാണ്, വലിയ സ്ട്രക്ചറാണ്. ഒരു സെൽഫി പോയിൻ്റാണ്. ആൾക്കാരവിടെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ സെൽഫിയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത് സെൽഫി പോയിൻ്റ് എന്ന് പറയുന്നതിൽ മീനിങ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലായിടത്തും ഏത് ഭാഗത്ത് തിരിയുകയാണെങ്കിൽ അതൊരു സെൽഫി പോയിൻ്റാണ്. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഓരോ ഭാഗത്ത് തിരിയുമ്പോഴും. നിറയെ പൂത്തു നിൽക്കുന്ന ചെടികൾ, അതുകൂടാണ്ട് ഇതുപോലെ ഉണ്ടാക്കിയ ഡിഫറെൻറ്റ് ഷേപ്സിൽ അവർ ഉണ്ടാക്കി വെച്ചുള്ള സ്ട്രക്ചേഴ്സും അതും കൂടി ആകുമ്പോൾ പിന്നെ ഇറ്റ്സ് റിയലി ഓസം. മറ്റൊരു അംബ്രല്ല കൂടാരം. ഇങ്ങനെ ഷോപ്സിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ടേബിളും ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഫുൾ ഇങ്ങനെ ഒരു മേലൊക്കെ ഷെയ്ഡി ആക്കി വെച്ചിട്ടുണ്ട്. നിറയെ ചെടികൾ പടർത്തി വെച്ചിരിക്കുകയാണ്. ആ കോമ്പിനേഷൻസാണ് പിങ്ക് ആൻഡ് ഗ്രീൻ. എന്തൊരു കോമ്പിനേഷനാണ് ഇത്. പേർപ്പിൾ ആൻഡ് വൈറ്റ്. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്, ആ കോമ്പിനേഷൻസാണ്. അതുപോലെ അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നോക്കുമ്പോൾ ഒരു കാസിലാണുള്ളത്. കാസിലിൻ്റെ മേലെ നിറയെ ചെടി പടർത്തി വെച്ചിട്ടുണ്ട്. മേലെ നിറയെ പൂക്കളും ആ വാളിലൊക്കെ ഗ്രീൻ. ഇറ്റ്സ് ഗിവിങ് എ ബ്യൂട്ടിഫുൾ കോൺട്രാസ്റ്റ് ഫീലിംഗ്. ഓസമായിട്ടുണ്ട്. പൂക്കളുടെ ഒരു മായാലോകം. എന്തൊരു ഭംഗിയാണ്. നിറയെ പെറ്റൂണിയ വെറൈറ്റീസാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ സൺഫ്ലവേഴ്സ് കാണുന്നുണ്ട്. അതും ആ കോൺട്രാസ്റ്റ് റെഡിൻ്റെ ഒക്കെ അടുത്ത് വരുമ്പോൾ നല്ലൊരു ഫീലാണ് തരുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും പൂക്കളാണ്. അതും ആരും ഒന്നും പറിക്കുന്നില്ല, തൊടുന്നില്ല. ഈ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരേ കളർ കോമ്പിനേഷൻസിലുള്ള ഹാങ്ങിങ് വലിയ ബോൾ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഒരേ കോമ്പിനേഷൻ, ഒറ്റ സ്ട്രെച്ചിൽ നല്ല വെൽ ട്രിംഡ് ആൻഡ് മെയിൻറ്റെയിൻഡ്. ലെഫ്റ്റ് സൈഡിലൊക്കെ ഹാർട്ട് ഷേപ്പും അതിനകത്ത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുമാണ് അത്. ആ ലെഫ്റ്റ് സൈഡ് അതേപോലെ പല പല കളറിലുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് ഹാർട്ട് ഷേപ്പ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുള്ളത്. ആ ഹാർട്ടിൻ്റെ ആ സ്ട്രക്ചറിനകത്തും ഓരോന്നിനും ഡിഫറെൻറ്റ് ഫ്ലവേഴ്സാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഒന്നിലിപ്പോൾ ആ യെല്ലോ കളറുണ്ട്, ഇത് വേറൊരു ഫ്ലവറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോന്നിനും അതിൻ്റെ യുണീക്നെസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ പൂ നോക്കൂ, എന്തൊരു ഭംഗി. ഒരു ഡിഫറെൻറ്റ് റെയർ ആയിട്ടുള്ളൊരു കളറായിട്ട് എനിക്ക് തോന്നി. ഇതിവിടെ വൈറ്റ് പെറ്റൂണിയ. അങ്ങനെ ലെഫ്റ്റ് സൈഡ് ഇതുപോലെ തന്നെ ആ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ വാട്ടർഫാള്, വലിയൊരു റോക്കിൽ നിന്ന് വെള്ളം താഴോട്ട് പതിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ സൈഡിൽ മുഴുവൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപാട് ഹാർട്ട് ഷേപ്പിലുള്ള ആർച്ചായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓരോന്നും ഓരോ കളേഴ്സിൽ ആണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ മറ്റൊരു സെൽഫി ശ്രമം വലിയ കുഴപ്പമില്ലാതെ കിട്ടിയെന്ന് തോന്നുന്നു. ഇവിടെ നിലത്ത് നിറയെ പൂക്കളാണ്. പൂമെത്താന്നൊക്കെ പറയാം. അതുപോലെ നിറഞ്ഞു നിൽക്കുകയാണ് പൂക്കൾ. ഇതിൽ അകത്തോട്ട് നോക്കുമ്പോൾ എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ വലിയൊരു സ്ട്രക്ചർ അവിടെ കാണുന്നുണ്ട്. അതും നിറയെ ചെടികൾ പടർത്തി വെച്ചിരിക്കുകയാണ്. എല്ലാം നമുക്ക് പോയി നോക്കാം.
അവിടെ ആയിരിക്കും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അവർ മാറിയിട്ട് വേണം എനിക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാൻ. ഒരു വലിയ എമിറേറ്റ്സ് ഫ്ലൈറ്റ് വിത്ത് ഫുൾ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്, അങ്ങനെയാണ് ഇതിനെ പറയാൻ പറ്റുന്നത്. നല്ല ഭംഗിയുണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ ഫുൾ വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിറയെ ചെടിയും ഒക്കെ പടർത്തി കയറ്റിയിട്ടുണ്ട്. ഓരോ സൈഡും ഓരോ ഡിഫറെൻ്റ് തീം പോലെയാണ് ഇവിടെ ഉള്ളത്. വരിയായിട്ട് നിന്നിട്ടുണ്ടോ? നിറയെ സ്മേഴ്സ് ആണ്. അവർ മൈൽഡ് മ്യൂസിക് അവർ പ്ലേ ചെയ്യുന്നുണ്ട്. ഞാനത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. Huge penguin. Mouse. Oh my God, look at this huge teddy bear. നമ്മൾ നേരത്തെ കണ്ട ക്രിസ്മസ് വില്ലേജ് ഇതിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്.
ബ്യൂട്ടിഫുൾ. പല 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 കളേഴ്സിലുള്ള ഫ്ലവേഴ്സാണ്. എക്സലൻറ്റ് വ്യൂ. ഇതാ ഇതിനകത്ത് മ്യൂസിക് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയാ നോക്കിയേ, ട്രീൻ്റെ ഒരു ഷേപ്പിലാക്കിയിട്ട്. ഓഫ്, ഇത് നല്ല കോട്ടേജിൻ്റെ ഷേപ്പിൽ പല കളേഴ്സ്, ലൈറ്റ് ഗ്രീൻ, പിങ്ക്, കോൺട്രാസ്റ്റ് കളേഴ്സിൽ നല്ല ഭംഗിയുണ്ട്. നല്ല വെയിലാണ്, പക്ഷെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് വെയിലും ചൂടും ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാലുള്ള വാസ്തവം. ശരിക്കും ഒരു മിറാക്കിൾ വേൾഡ് തന്നെയാണിത്. ദുബായ് ലാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. വലിയൊരു ഗേറ്റ് ഉണ്ടല്ലോ, പഴയ കോട്ടയുടെ ഒക്കെ ഒരു ഗേറ്റ് പോലെ. ഇനി ഇതിനകത്ത് കയറി നോക്കാം. ഈ ലാൻഡിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഇതിലേക്കൂടെ നമ്മൾ അകത്തോട്ട് പോവാണ്. രണ്ട് സൈഡിലും നിറയെ ഫ്ലവേഴ്സാണ്. അത് നമ്മുടെ ചെണ്ടുമല്ലി, സൺഫ്ലവർ. അപ്പോൾ ബ്രൈറ്റ് യെല്ലോ, ഓറഞ്ചൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല കോൺട്രാസ്റ്റ്. ഇതാ ഇത് വേറൊരു വെറൈറ്റി സൺഫ്ലവർ. രണ്ട് സൈഡിലും ഇതുപോലെ നിറയെ ഫ്ലവേഴ്സ്. ഇവിടെ ഒരു ഫോർട്ട് ആൻഡ് പാലസ് തീമാണ്. അതിനടുത്തൊരു വലിയ ഹ്യൂജ് എലിഫൻറ്റിനൊക്കെ അപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്.
എമിറേറ്റ് ഫ്ലൈറ്റിൻ്റെ മറ്റേ സൈഡിലെത്തി നമ്മൾ. ഇവിടെയും അതുപോലെ തന്നെ ഭംഗിയായിട്ട് ഒരുപാട് ചെടികൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ പ്ലെയിനിൻ്റെ ബോഡി മാക്സിമം വൈറ്റ് ആൻഡ് യെല്ലോ വെച്ചിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. മറ്റേ സൈഡ് ഗ്രീൻ ആൻഡ് കുറച്ച് വൈറ്റ് ആയിട്ടാണല്ലോ നമ്മൾ കണ്ടത്. ഇതാ പിന്നെ ഇവിടെ നിറയെ ഇതുപോലെ ഹാർട്ട് ഷേപ്പിലുള്ള ആർച്ചാണ്. ജ്യൂസ് സ്റ്റോളൊക്കെ ഉണ്ട് അവിടെ. വേറെ ഒരു ഹ്യൂജ് സ്ട്രക്ചർ, 1-2 വലിയ ആന. എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അത്രയും ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദുബായിൽ വരുന്നവർ എന്തായാലും ഒരു തവണ വിസിറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് ഈ ഗാർഡൻ. ഇവിടെ വെള്ളത്തിൻ്റെ കുറവുകളും മണ്ണിൻ്റെ പ്രത്യേകതകളും ഒക്കെ ഉണ്ട്. എന്നിട്ടും ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാട്ടിലൊക്കെ കാണുന്ന വിങ്ക പ്ലാന്റ്. ചെറിയൊരു വള്ളിക്കുടിൽ. ഞാനിവിടെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ പോവാം. നല്ല തണുപ്പുണ്ട്. ഒരു സീറ്റൊക്കെ ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു ലേക്ക് പോലെ ഉണ്ട്. വീലുണ്ട്. ആ സൈഡിൽ ഫൗണ്ടൈനിൽ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. വീല് കറങ്ങി അതിപ്പുറത്തെ സൈഡിലോട്ട് വീഴുന്നുണ്ട്. ഓപ്പോസിറ്റിൽ ഇതുപോലെ നേരത്തെ കണ്ട 2 കുതിരകളതാ അവിടെ ഉണ്ട്. പിറകിലെ കാസിലിൻ്റെ വ്യൂ ബ്യൂട്ടിഫുൾ ആണ്. പില്ലേഴ്സിൻ്റെ മേലെ ബീമൊക്കെ ഇട്ട് അതിൻ്റെ മേലെ ചെടി പടർത്തിയിട്ടാണ് ഈ വള്ളിക്കുടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഉള്ളിലിരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. നേരത്തെ കണ്ട അംബ്രല്ല വാക്ക് വേ ഇടയ്ക്കിടെ ഉണ്ട്. അതിനകത്തൂടെ നമ്മളിപ്പോൾ നടന്നു പോവുകയാണ്. അതിൻ്റെ ശരിയായ വ്യൂവിന് വേണ്ടി ഞാൻ ചെറുതായിട്ടും സൈഡിൽ കൊടുത്തിട്ടുണ്ട്.
ഇത് നോക്കൂ, പൂക്കളിൽ നിന്ന് നിറയെ ഹണി കളക്ട് ചെയ്യുന്ന ഒരു ഹണി ബീയുടെ കളർ തീമിലുള്ളൊരു ജഗ്ഗാണോ അതോ ജഗ്ഗിൽ നിന്ന് നിറയെ ഹണി പൂക്കളിലേക്ക് ഒഴുക്കി വിടുന്നതാണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുന്ന തരത്തിലൊരു സ്ട്രക്ചർ. ഇത് എന്നെ അട്രാക്റ്റ് ചെയ്ത വേറൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അതിൽ നിറയെ ഡാൻസിങ് ഡോൾസാണ്. ഈ കൈയൊക്കെ ഇതാ പൊക്കി നിൽക്കുന്ന 2-3 വലിയ ഡോൾസ് ഉണ്ട്. നല്ല ഫ്ലെയറി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടുണ്ട്. അതിന് കണക്കായിട്ട് ഈ സ്റ്റാച്ചു റൊട്ടേറ്റ് ആവുന്നുണ്ട്. റൊട്ടേറ്റ് ആയിക്കൊണ്ട് ഇങ്ങനെ ഒരു ഡാൻസ് മൂവ്മെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ലുക്കിന് വേണ്ടിയിട്ട് ഞാനിത് സൈഡിൽ ചെറുതായിട്ട് ഇൻബോക്സിലും കൊടുത്തേക്കാം. ഇവിടെ വലിയൊരു ജീനിയും കുറേ ഡാൻസിങ് ലേഡീസൊക്കെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈവനിങ്ങിൽ നടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ മെയിൻ അട്രാക്ഷൻ ഈ ഏരിയ ആണെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഇരിക്കാനൊക്കെ കുറേ അറേഞ്ച്മെൻറ്റ്സും ലൈറ്റൊക്കെ കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ വരുന്ന ഏരിയയിലൊക്കെ വലിയ വലിയ ട്രീസിൻ്റെ മേലെയൊക്കെ നിറയെ ചെറിയ ചെറിയ ലൈറ്റ്സ് ബൾബ്സ് അറേഞ്ച് ചെയ്തിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നൈറ്റിൽ ഇതൊരു വണ്ടർഫുൾ ഇല്യൂമിനേറ്റഡ് വേൾഡായിട്ട് മാറും. മിറാക്കിൾ ഗാർഡൻ മൺഡേ ടു ഫ്രൈഡേ 9 AM to 9 PM ആണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം. സാറ്റർഡേ സൺഡേ 11 PM വരെ ഉണ്ട്. ടിക്കറ്റ് നമുക്ക് ഓൺലൈനും ബുക്ക് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്യൂ നിൽക്കേണ്ട അത് അവോയ്ഡ് ചെയ്യാം. ചൂടത്തൊക്കെ വെയിലത്തൊക്കെ ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓൺലൈനായിട്ടും ബുക്ക് ചെയ്തിട്ട് വരാം. ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് ടിക്കറ്റ് എടുത്തത്. I hope you enjoyed this video. Thanks for watching. Please share and subscribe.